പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 17-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ സങ്കീർത്തനക്കാരന് പ്രകാരം പാടുന്നു: യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാഹാരങ്ങളിൽ തഴയ്ക്കും. ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നിരുന്നത് സമാഗമന കൂടാരത്തിൽ ആയിരുന്നതിനാൽ എല്ലാവരും അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. സമാഗമന കൂടാരം യെരുശലേം ദേവാലയത്തിന് വഴിമാറുകയും യാതൊരു പൗരനും ആലയത്തിൻ്റെ പ്രാകാരം വരെ പ്രവേശനവും ലഭിച്ചിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആലയത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. സമാഗമന ആലയത്തിലാകട്ടെ യാതൊരു വൃക്ഷവും നട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആലയത്തിലെ നടുതല പ്രാകാരത്തിൽ തഴയ്ക്കും എന്നാണ്. ദൈവം തിരഞ്ഞെടുത്തു തൻ്റെ സന്നിധിയിൽ നിർത്തുന്നവരെ നടുതലകൾ എന്ന് ഭക്തൻ അലങ്കാര ഭാഷയിൽ വർണ്ണിച്ചിരിക്കുന്നു എന്നതിന് സംശയമില്ല. 52-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു: ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു എന്ന്. ആകയാൽ ആത്മീയ ദൈവമക്കൾ ആത്മീയ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സകല ജാതികളുടെയും ഇടയിൽ പ്രയോജനപ്പെടണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. ദൈവമക്കൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുമ്പോൾ തന്നെ മനുഷ്യർക്കും പ്രയോജനമുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം പ്രത്യേക ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടെ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ ചില വൃക്ഷങ്ങളോടും ചെടികളോടും ഉപമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവരുടെ സാമൂഹ്യ വ്യവസ്ഥയെ കാണിക്കുവാൻ അത്തി വൃക്ഷത്തോടും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നവർ എന്ന നിലയിൽ ലോകത്തിലെ അവരുടെ ആത്മീയ നിലയെ കാണിക്കുവാൻ മുന്തിരിവള്ളിയോടും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത അർപ്പിക്കേണ്ടവരാകയാൽ മധ്യസ്ഥരുടെ അടയാളമായി ഒലിവ് വൃക്ഷത്തോടും തൻ്റെ ജനത്തെ ഉപമിച്ചിരിക്കുന്നു. കൃത്യതയോടെ ദൈവസന്നിധിയിൽ ജീവിക്കത്തക്ക നിലയിലാണ് ദൈവം ഓരോരുത്തരെയും തൻ്റെ സന്നിധിയിലാക്കിയിരിക്കുന്നത്. ആലയത്തിൽ നടുതലയായവർ അലങ്കാര ഭാഷയാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനമുള്ളവരായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ വൃക്ഷങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന് കീഴടങ്ങാതെയും ആത്മീയമായി യാതൊരു പ്രയോജനമില്ലാതെയും ഫലം കായ്ക്കാതെയും പേരിന് ആലയത്തിൽ നിൽക്കുകയും ചിന്തകളും പ്രവൃത്തികളും ലോകത്തിൻ്റെ വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെ ദൈവം ശപിക്കും. അത്തി തക്ക സമയത്ത് ഫലം കൊടുക്കാതെ ഇരുന്നപ്പോൾ യേശു ക്രിസ്തു അത്തിയെ ശപിച്ചു. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് തഴച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവവചനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലോകത്തിൽ പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യണമെന്ന് ഓരോ വിശുദ്ധനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. ഉപദേശവും ജീവിതവും ഒരുപോലെ കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു യോസഫ്. ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ, കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പിതാക്കന്മാർ എല്ലാവരും നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. കർത്താവും നമ്മെ തിരഞ്ഞെടുത്തത് നാം പോയി ഫലം കായ്ക്കേണ്ടതിന് ആണ്. നല്ല ഫലം കായ്ക്കുന്നവരായി നല്ല സാക്ഷിയുള്ളവരായി തീരുവാൻ വേണ്ടിയായി ആണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ അനേകർക്കും ഈ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയുവാൻ കഴിയാതെ ലോകത്തിൽ ലോക ഇൻപങ്ങളിൽ ലോകത്തിൻ്റെ അധ്വാനങ്ങളിൽ എങ്ങനെ ഈ ലോകത്തിൻ്റെ നന്മകളെ ചേർത്ത് വെക്കാമെന്നുള്ള ആർത്തിയോടെ അനേകരായിരിക്കുമ്പോൾ
ദൈവസനിൽ ഫലം കായ്ക്കാതെ പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ നാൾക്ക് നാൾ ദൈവം സ്തോത്രം ആത്മാവിൽ കൂടെ, വചനത്തിൽ കൂടെ, പ്രവചനത്തിൽ കൂടെ പ്രബോധിപ്പിച്ചിട്ടും തിരിച്ചറിയുവാൻ കഴിയാതെ അനേകരായിരിക്കുന്നു. എന്നാൽ ഇന്നും പലർക്കും നല്ല സാക്ഷികൾ ആകുവാനും നല്ല ഫലം കായ്ക്കുവാനും കഴിയാതെ വരുന്നു. അതുമാത്രമല്ല, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരും ആയിത്തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നാം ഓരോരുത്തരും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തുള്ളവരോടും നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഉപദേശിക്കുന്ന ഓരോ ദിനം. അതുകൊണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ മാതൃകാപരമായ ജീവിത നിമിത്തം മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയുവാൻ ഇടയാകണം. നമ്മുടെ നല്ല സാക്ഷ്യങ്ങൾ, നമ്മുടെ നല്ല മാതൃകയുള്ള ജീവിതം അനേകർക്ക് കർത്താവിനെ അറിയുവാനും കർത്താവിനെ ആരാധിപ്പാനും നാം കാരണമായി തീരണം. പ്രസംഗത്തെക്കാൾ ജീവിതമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. ആകയാൽ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാകാരത്തിൽ തഴയ്ക്കുന്നവർക്ക് ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചും വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നാം ഓരോരുത്തരും നല്ല ആലയത്തിലെ നല്ല നടുതലയായി ഇരിക്കുമ്പോൾ തന്നെ പ്രാകാരത്തിൽ തഴയ്ക്കുന്നവരും ആയിരിക്കുവാൻ ഉത്സാഹിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോടും ജ്ഞാനത്തോടും പെരുമാറുവിൻ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വത്തോടുകൂടെ ആരാധിക്കുവാൻ നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഫലം കായ്ക്കുന്ന പ്രകാശമുള്ള നല്ല സാക്ഷിയുള്ളവരായി, നല്ല ആത്മീയ മനുഷ്യരായി, സ്നേഹമുള്ള മനുഷ്യരായി, മറ്റുള്ളവരെ കൈത്താങ്ങുന്ന മനുഷ്യരായി, മറ്റുള്ളവരുടെ കഷ്ടതയിൽ സ്തോത്രം കൂടെ നിന്ന് കൈത്താങ്ങുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഒരുക്കാം, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അനേക പ്രിയപ്പെട്ടവർ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ അനേക കഷ്ടതയുടെ നടുവിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വസിപ്പിക്കാം, നല്ല ഫലം കായ്ക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. നാഥാ, സങ്കീർത്തനക്കാരനോടുകൂടെ ഈ പ്രഭാതവും ഞങ്ങളും യഹോവയുടെ ആലയത്തിൽ നടുതലയായി സ്തോത്രം പ്രാകാരത്തിൽ തഴച്ചു വളരുവാൻ വാടി പോകുന്നവരല്ല, തഴച്ചു വളരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ തലമുറകളെ തഴച്ചു വളരുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളെ, ഞങ്ങളുടെ സ്നേഹിതരെ, ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ തഴച്ചു വളരുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം മുന്നോട്ട് വിടുകയില്ല എന്ന് വാദിക്കുന്ന സ്തോത്രം ഉഷ്ണക്കാറ്റുകൾ, ശീതക്കാറ്റുകൾ, കർത്താവ് പേമാരികൾ, ശക്തമായ കൊടുങ്കാറ്റുകൾ, ഈശാനോട് ഇങ്ങനെയുള്ള അനവധി കർത്താവ് സ്തോത്രം പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഫലം കായ്ക്കുവാൻ കഴിയാതെ വണ്ണം തകർന്നു പോകുന്ന അനേകരെ ഇന്ന് പ്രഭാതത്തിൽ ദൈവം വേർതിരിച്ച് കർത്താവേ സ്തോത്രം പ്രാകാരങ്ങളിൽ തഴച്ചു വളരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഏകാന്തതയുടെ അനുഭവങ്ങളായിരിക്കുന്നവർ, മാനസികമായ നിരാശകളിൽ, ശാരീരികമായ ക്ലേശങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവർ, കർത്താവ് വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, സ്തോത്രം കർത്താവ് തലമുറകളെ ഓർത്ത് കരയുന്നവർ, അവരുടെ ഭാവികളെ ഓർത്ത് കരയുന്നവർ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറയില്ലാതെ അങ്ങനെ ഒത്തിരി കർത്താവ് സ്തോത്രം തഴച്ചു വളരുവാൻ കഴിയാതെ നടുതലയാകുവാൻ കഴിയാതെ അനേക പ്രിയപ്പെട്ടവർ ഭാരപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശബ്ദം കർത്താവ്, ഈ വചന സന്ദേശം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും പ്രത്യാശയ്ക്കും കാരണമാക്കി തീർക്കും. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.